ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്കും മോളെ. ഈ ഞാൻ പറഞ്ഞതാണ് എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരില്ല. കുറച്ച് മുന്നേ നമ്മുടെ ഹെലനോസ് പാട്ടയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്തങ്ങ് ഞാൻ ഇത്രയും അധികം ചിരിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഒരു വീഡിയോ കണ്ടിട്ട്. ഈ ജാസിയുടെ വിഷയം തന്നെയാണ്. ജാസിയെ പറ്റിയിട്ട് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോയ്ക്കകത്ത് ജാസി പറയുന്നുണ്ട്, 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി എന്നെ വീഡിയോ കോൾ ചെയ്ത് ഞാൻ ഈ സർജറി ചെയ്ത ഭാഗം കാണിച്ചു കൊടുത്തതാണ്, എന്നിട്ടും വന്നിരുന്നിട്ട് എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നു, സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോ റിവീൽ ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് റിയാക്ട് ചെയ്യുന്ന സമയത്തെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഈ ഒരു സർജറി ചെയ്ത ആ ഒരു പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് വീഡിയോ ചെയ്യത്തില്ല, കാര്യം അതിൻ്റെ ആവശ്യമില്ല. അപ്പം തികച്ചും ആ ഒരു കാര്യം കള്ളത്തരമാണ് എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. എന്തായാലും സംഭവം സത്യമാണ്. ഹെലൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ പുള്ളിക്കാരത്തിയുടെ വീഡിയോയിൽ തന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കാര്യം നീ ഇത് അനാവശ്യമായിട്ട് ചോദിച്ച് വാങ്ങിയതാണ് എൻ്റെ പൊന്ന് ജാസി. ഈ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി നീ നിന്നിട്ടില്ലെങ്കിൽ ഇതിപ്പം വെറും സാമ്പിളാണ്. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ആൾക്കാർ വന്ന് നിന്നെ വിളിക്കാൻ പോകുന്നത്, അത് യാതൊരു വിധ സംശയവുമില്ല. എന്തായാലും നമുക്ക് ധനിയുടെ വീഡിയോ ഒന്ന് കാണാം. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ലോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു, ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ, കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസം ഇല്ലാണ്ട് പോയിട്ട് വീഡിയോ ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് ജാസി ആശി, നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കളെ കിട്ടിയല്ലേ, അണ്ണാക്കി കിട്ടിയപ്പോഴത്തേക്ക് ഇനി എന്തെങ്കിലും മിണ്ടാനുണ്ടോ? ഇത് തീർച്ചയായിട്ടും അവൻ ഈ ഒരു വീഡിയോ കാണണം, ഇതിന് പ്രതികരിക്കാൻ വേണം. എൻ്റെ പൊന്ന് ജാസി, ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എന്തിൻ്റെ കടിയാണ്? ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ഫോണിൽ അങ്ങോട്ട് വിളിച്ചിട്ട്, അതായത് അങ്ങോട്ടാണ് വീഡിയോ കോൾ ചെയ്തത്, അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന് ഞാൻ സർജറി ചെയ്ത ഭാഗം ഇതാണെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് തുറന്ന് കാണിക്കാൻ പോവുകയാണ്. ജാസി ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നീ ഇപ്പോഴും ഒരു പൂർണ്ണമായ ഒരു സ്ത്രീ ആയിട്ടില്ല, നീ ഇപ്പോഴും ഒരു പുരുഷൻ തന്നെയാണ്. അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് തുണി മാറ്റി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ചെറ്റത്തരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ്റെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കുക, അതാണ് വേണ്ടത്. ആ ഹോസ്പിറ്റലുകാർ ഇവൻ്റെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. അവിടെ ബോട്ടം സർജറി നടത്തത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയതാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവൻ ജനങ്ങളെ മൊത്തം ആൾക്കാരെ പൊട്ടന്മാരാക്കുമല്ലേ. ഒരു പെൺകുട്ടി വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നത്, ഇവ സത്യം പറഞ്ഞാൽ അവൻ അടി കൊടുക്കേണ്ട കേസാണ്. ശരിക്കും പറഞ്ഞാൽ ഹെലൻ്റെ സ്വഭാവം വെച്ചിട്ട് അത് ചെയ്യേണ്ടതാണ്. കാണിച്ചു എന്ന് പറയുന്ന 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരമാറി പരപ്പു ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്കും മോളെ. ഈ ഞാൻ പറഞ്ഞതാണ് എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങൂരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം സംഭവം എന്താ നിങ്ങൾക്ക് പിടി കിട്ടിയോ? അതായത് ഹെലൻ്റെ ഹസ്ബൻഡും പിന്നെ കൂട്ടുകാരുമായിട്ട് എങ്ങോട്ടോ പോകുന്ന സമയത്ത് ഇവൻ ഫോണിൽ വിളിച്ചിട്ട് വീഡിയോ ഓണാക്കുക മോളെ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഇവൻ ഡ്രസ്സ് മാറ്റി എന്തോ കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചു. ഇവൻ എത്രത്തോളം ചെറ്റയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നീ പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ ഹെലൻ്റെ അടുത്തല്ല, ജനങ്ങളുടെ അടുത്ത് പ്രൂവ് ചെയ്യും. നീ അങ്ങനെ ഒരു സർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ച് പ്രൂവ് ചെയ്യും. അതാണ് ഒരു ആണത്തം. അല്ലാതെ ചുമ്മാതെ വന്നിരുന്നു. അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, അത് വിട്, എന്തോ ആയിക്കോട്ടെ. നീ പറ്റുവാണെങ്കിൽ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ച് ജനങ്ങളെ കാണിച്ചിട്ട് അത് വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അല്ലാതെ വന്നിരുന്ന് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ഇമ്മാരി പരിപാടികൾ കാണിക്കരുത്. അത് മാത്രമല്ല, ഇവന് ശരിക്കും പറഞ്ഞാൽ എന്ത് റൈറ്റ്സ് ആണുള്ളത് ഒരു പെൺകുട്ടിയുടെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള തെമ്മാടത്തരം കാണിക്കാനായിട്ട്? എന്തായാലും വേറെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ആലോചിച്ചു, ഒരു പെണ്ണിൻ്റെ വായിൽ നിന്ന് ഇത്രയൊക്കെ കേൾക്കുക എന്ന് പറയുന്നതിനും ഭേദമുണ്ടല്ലോ. പോയങ്ങ് ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നെങ്കിൽ പോലും ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പാടില്ല. ഇവൻ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എന്ത് ഉദ്ദേശിക്കുന്നത്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കംപ്ലീറ്റ്ലി ഉടായിപ്പാണ് എന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിരഞ്ജന എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമൺ എന്നെ വിളിച്ചിട്ട് ഇവനെ പറ്റി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, അതായത് നിലവിൽ ഇവൻ അവിടെ ഒരു സർജറിയും ചെയ്തിട്ടില്ല, ഇവൻ വേറെ എന്തോ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന്. ആ വോയിസ് കേൾക്കാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ കിടപ്പുണ്ട്, നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോഴേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ നല്ല സംശയം വന്നതാണ്. ഇപ്പൊ എനിക്ക് ഏകദേശമൊക്കെ ധാരണയായി ജാസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർജറി നടത്തിയിട്ടില്ല, ചുമ്മാതെ ജനങ്ങളെ വിഡ്ഢിവേഷം കെട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതാ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യരുത്, കൊണ്ടുവന്ന് കേസ് കൊടുക്കുക, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവൻ്റെയൊക്കെ കഴപ്പങ്ങ് തീരും. എന്തായാലും കൂടെ ഇറത്തെ ഉണ്ടല്ലോ അവനും ബോധമില്ലേടേ. വൃത്തികെട്ട നികൃഷ്ടജീവി. ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇത്ര ഗതികേടില്ലല്ലോ. ഈ സിലിക്കോൺ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അങ്ങനെ അത്ര നിസ്സാരപ്പെട്ട പരിപാടിയൊന്നും അല്ലത്. അതിന് ഒരുപാട് പ്രൊസീജിയറുണ്ട്. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, പിന്നെ ബ്രസ്റ്റിൻ്റെ വളർച്ച വേഗുക, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഇവിടെ ജാസിയുടെ സിലിക്കോൺ കാണണമെന്നുള്ളൊരു ഗതികേട് ഒരു മനുഷ്യർക്കും ഇല്ല, മനസ്സിലായോ? അതുകൊണ്ട് ഇമ്മാതിരി തോന്നിവാസം ഒന്നും ഒരു പെണ്ണുങ്ങളുടെ അടുത്തും പോയി കാണിക്കാൻ നിൽക്കരുത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവി. ജാസിയുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ജാസി ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ സർജറി ഏതാ ചെയ്തതെന്ന് വിളിച്ച് ചോദിക്കാനായിട്ട്? ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി നിങ്ങൾ വെർജിനാണോ ഇല്ലയോ എന്ന് ചോദിക്കുമോ? ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ച വ്യക്തിയാണ് ഹെലൻ്റെ ഫോണിൽ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് തുറന്ന് കാണിക്കാനായിട്ട് ശ്രമിച്ചത്. നിനക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടോ മോനെ? നീ ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കി, അന്ന് നിന്നെ അംഗീകരിച്ച് തരാം. ഞാനിപ്പം ജാസിയുടെ വീഡിയോ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 വീഡിയോ അടുപ്പിച്ചായിട്ട് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു തെമ്മാടത്തരം കാണിക്കാൻ പാടില്ല. ഒരുപാട് സ്ത്രീകൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഈ ഒരു ജാസി കാരണം. പ്രത്യേകിച്ച് ആ ഒരു പ്രഗ്നൻസി വീഡിയോ ഇറക്കിയിട്ട് ഒരുപാട് പെൺകുട്ടികൾക്ക് ഭയങ്കര രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാര്യം അമ്മയാവാൻ വേണ്ടി ഒരുപാട് സ്ത്രീകൾ കൊതിക്കുന്നുണ്ട്. അവരെല്ലാവരെയും ആക്ഷേപിക്കുന്ന പരിപാടിയാണ് ജാസി കാണിച്ചത്. കൊള്ളാം എന്തായാലും. അല്ല പിന്നെ നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? പിന്നെ എന്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന? ധൈര്യത്തിൽ പറ. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ, മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ, മനസ്സിലായില്ലേ? എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ? അപ്പൊ പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ആ ഒരു സാധനം കൊണ്ട് ഇവരന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്ന് പറഞ്ഞത്. എന്താണ്, ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവർ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത്. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എൻറ്റയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡല്ല, പിന്നെ അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട്. എല്ലാം എൻ്റെ ഓക്കെ. ഈ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു ഭാഗത്തൊരു എക്സ്പ്ലനേഷൻ തരാം. ജാസിയുടെ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ജാസി പറ്റിയുടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് എപ്പിസോഡ് കണക്കിന് ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല. ജാസി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിയോ, നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയുള്ള തരികട പരിപാടികളും ഓരോന്ന് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പല സാധനങ്ങളും ആൾക്കാർ വെളിയിൽ വിടും, പല ആൾക്കാരും പ്രതികരിക്കാനായിട്ട് വരും. അതുകൊണ്ട് മേലാൽ ഇത്തരം ഉടായ്പ പരിപാടികളായിട്ട് ഇറങ്ങരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോ പോലും ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യത്തില്ലായിരുന്നു. കാര്യം കഴിഞ്ഞ വീഡിയോക്കകത്ത് നിങ്ങൾ 11 മിനിറ്റോളം ആ ഒരു വീഡിയോയ്ക്ക് ലെങ്ത് ഉണ്ട്. അതിനകത്ത് എവിടെയും ഈ സർജറി എന്താണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസോ ഒന്നും നിങ്ങൾ കാണിക്കുന്നില്ല. പിന്നെയും അത് വെച്ചില്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോയെന്ന്. ചുമ്മാ ചെന്നിട്ട് എലനെ ചൊറിയാൻ ചെന്നേക്കുന്നത്. എന്തായാലും വായിരിക്കുന്ന കേട്ടല്ലേ, പറയാനല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ചോദിച്ച് മേടിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ഗതികേട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കരമാണ്. ജാസിയുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ മാനിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അനാവശ്യമായിട്ട് ഓരോ പ്രവർത്തികളൊക്കെ ഓരോ ആൾക്കാരുടെ അടുത്തൊക്കെ ചെന്ന് കാണിച്ചിട്ടുണ്ടല്ലോ. ഒരു കാരണവശാലും മോനെ നിന്നെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഭദ്രമായിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും, ഉറപ്പാണ്. അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും. അതെന്റെ വിഷയമല്ല. നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഈ നാറി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്താ ഇവന്റെ പേര് കേസ് കൊടുക്കാത്ത? എത്രയോ നല്ല നല്ല ആൾക്കാരുണ്ട്. അവർക്കും കൂടെ ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഇറങ്ങിത്തിരിഞ്ഞൊരു വ്യക്തിയാണ് ഈ ജാസി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ പുറത്തു വിടും, തീർച്ചയായിട്ടും ഞാൻ പുറത്തു വിടും. എനിക്കിനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളെ വഴിക്ക് ഞാൻ വിട്ടതാണ്, മനസ്സിലായില്ലേ? ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഞാൻ അന്ന് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ച സാധനമാണത്. നീ ഉണ്ടല്ലോ, നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിയിട്ട്? ഞാൻ ധന്യാസ് രാജേഷ് എന്ന ഹെലനോസ് പാർട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ചുപിടിപ്പിച്ച സിലിക്കോൺ
കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് എന്തിനാരാണ് പേടിക്കുന്നേ? അതിന്റെ അപ്പുറത്തൊരു നായിന്റെ മോൻ ചിലക്കുന്നുണ്ട്. വിട്ടുകള നീ ആരാടാ? ആരാ നീ? അല്ല, ഇതൊക്കെ ശരി ഇങ്ങനെ വേണം പ്രതികരിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ നീയൊക്കെ ഡിസേർവിങ് ആണ്. ഇതൊക്കെ ചോദിച്ച് മേടിച്ചതാ. നീ സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നീ ചെന്ന് ചൊറിഞ്ഞ ആള് മാറിപ്പോയി. എത്ര എനിക്ക് ഇവിടെ പറയാനുള്ളൂ. എന്തൊക്കെ ബഹളമായിരുന്നു. ഞാൻ കാണിച്ച് ബോധ്യപ്പെടുത്തിയതാണ്. എനിക്ക് വേണമെങ്കിൽ പബ്ലിക്കായിട്ട് ആ പെൺകുട്ടിയുടെ പേര് വിളിച്ച് പറയാം. കിട്ടിയല്ല, പബ്ലിക്കായിട്ട് വന്നിരുന്ന് വിളിച്ചിട്ടുണ്ട്. നല്ല വിളിച്ചിട്ടുണ്ട്. തരത്ത് പോയിട്ട് കളിക്കട്ട, തരത്ത് പോയിട്ട് ആരീന്ന് വിചാരിച്ചിട്ടാടാ നീയല്ല ഈ കളിക്കുന്നേ? അല്ല പിന്നെ അല്ല, ഒരു 1 മില്യൺ ഉള്ള ഒരാൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസിറും പുളിയില്ലാത്തവനെ. അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് എനക്കിട ഉണ്ടാവാൻ. ഞാനിത് ഒഴിവാക്കി വിട്ടതാണ്. നിന്റെ എല്ലാം ഉണ്ടല്ലോ, ഞാൻ ശരിയാക്കി തരാം. ഞാൻ എല്ലാത്തിനും കേട്ടില്ലേ? ബാക്കി കൊടുത്തു. ഇത് നമ്മൾ കണ്ടില്ലേ? അതുപോലെ സാംസോ ഹാപ്പി ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ? അപ്പൊ അമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നത് ഒരുപാട് വേദന സഹിച്ചിട്ടാണ് പുറത്തു വരുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് അവരെ എല്ലാവരും ആക്ഷേപിക്കുന്ന പണിയാണ് നീ കാണിച്ചു വെച്ചത്. നിനക്കിതൊന്നും പറയാനുള്ള യാതൊരുവിധ യോഗ്യതയില്ല. ഇവൻ ശരിക്കും പറഞ്ഞ എന്ത് ഉദ്ദേശത്തിലാണ് ഈ ഗർഭിണി വേഷം കെട്ടിയിട്ട് നാട്ടുകാരല്ലേ, നാട്ടിലുള്ള സ്ത്രീകളെല്ലാവരും അപമാനിക്കാനുള്ള പ്രവൃത്തി കാണിച്ചത്? എന്തുദ്ദേശത്തിലാണ് ഇത് ചെയ്തത്? വന്നിരുന്ന് മെഴുകുന്ന കണ്ടില്ലേ വന്നിരുന്ന്? കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കുകയാണ്. അതേ ഒരു അത്രത്തോളം പെയിൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത്. കാരണം നമ്മുടെ ശരീരത്ത് കുറേ വലിയ മുറികൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ ഓൾ നമ്മൾ കാണുമ്പോൾ വേറൊരു ട്രാൻസ് പെൺകുട്ടി ഉണ്ടായിരുന്നു, കണ്ണാടി ഇതുവരെ നോക്കാൻ പാടുള്ളൂ, താഴത്തേക്ക് നോക്കാൻ പാടില്ല എന്ന്. എന്റെ വീട്ടിലെ കണ്ണാടി വലിയ കണ്ണാടിയാണ്, ഫുള്ളായിട്ട് കാണും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. മനസ്സിലായി? ഇവൻ ഒരു സർജറിയും ചെയ്തിട്ടില്ല. ആ കൈ എടുക്കുന്നു, ആക്ഷൻ കാണിക്കുന്നു, പിന്നെ പൊന്നു സഖി പാട്ട് പാടുന്നു. ആ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ പോയി നോക്കണം. യാതൊരു വിധ കുഴപ്പമില്ല. വെറുതെ വന്ന് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുവാണ്. അതായത് ഒരു കുന്തവും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാടെ മടിക്കുന്നത് പബ്ലിക്കിന്റെ മുന്നിൽ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിക്കാൻ? നിനക്ക് എന്ത് പങ്ക് കിട്ടുന്ന പറഞ്ഞേ? എന്ത് കിട്ടുന്ന? മലയാളവും മര്യാദക്ക് പറയാൻ അറിയില്ല, ഇംഗ്ലീഷും മര്യാദക്ക് പറയാൻ അറിയില്ല. ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ? മറ്റേ ഫഹദുക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണി. ഞാൻ ഇതിൽ കൂടുതൽ പ്ലേ ചെയ്യുന്നില്ല, നിങ്ങൾ പോയി കേട്ടാൽ മതി. ഇനി ഇതിനപ്പുറം ഒരു സാധനം ലൈഫിൽ ഇനി ജാസിക്ക് കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് മുകളിൽ ഒരെണ്ണം വെക്കാൻ പറ്റുമെങ്കിൽ മക്കളൊന്ന് വെക്ക്. ചോദിച്ച് മേടിച്ചതാണ്. അനാവശ്യമായിട്ട് ഓരോ പെൺകുട്ടികളുടെയൊക്കെ ഫോണിൽ വിളിച്ചിട്ട് ഡ്രസ്സ് ഊരി കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. നീ എത്രത്തോളം ചെറ്റത്തരമാണ് മോനെ ഇവിടെ ചെയ്തത്? ഈ ഒരു വിഷയത്തിൽ ഇവരുടെ കമ്മ്യൂണിറ്റി പറ്റി ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുവാണെങ്കിൽ ഇവനൊക്കെ പേരിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുക. നിങ്ങളെയും കൂടെയാണ് ഇവൻ പബ്ലിക്കായിട്ട് വന്നിരുന്ന് അപമാനിക്കുന്നത്. ഇവ ഒറ്റ കാരണം ബാക്കിയുള്ളവർക്ക് ചീത്ത പേര് കേൾക്കുന്നത്. അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.